പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീഡ് ഗുഡ്നെസ് എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ബോക്സ് എ ആൻഡ് ബി ഇൻ ദ ടേബിൾ സ്യൂട്ടബിളി. ഇവിടെ എയും ബിയും രണ്ട് കോളംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൽ കുറച്ച് കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ അതൊക്കെ എവിടേക്കാണ് വരേണ്ടതെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എ കോളത്തിൽ സ്പേസ് കോൺസ്ട്രെയിൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്ഥലപരിമിതി അല്ലേ. സ്ഥലപരിമിതി ഉള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫാമിംഗ് രീതികൾ എന്തൊക്കെയാണെന്നാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ എന്താ നമ്മൾ എഴുതുക, സിന്തറ്റിക് ഫെർട്ടിലൈസർ. മൂന്നാമത്തേൽ ഓർഗാനിക് ഫെർട്ടിലൈസർ. അപ്പോൾ സ്പേസ് കോൺസ്ട്രെയിനിൽ നമ്മൾ ഏതൊക്കെ ഫാമിങ്സ് ആണ് ചെയ്യാറ്, അതായത് സ്ഥലപരിമിതി ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാമിങ്സ് ആണ് ചെയ്യാറ്, എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ വേർട്ടിക്കൽ ഫാമിംഗ് അല്ലേ, വേർട്ടിക്കൽ ഫാമിംഗ്. സെക്കൻഡ് വൺ എന്താണ്, പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ടെറസ് ഫാമിംഗ് അല്ലേ, ടെറസ് ഫാമിംഗ്. തേർഡ് വൺ ഏതായിരിക്കും? തേർഡ് വൺ സാക്ക് ഫാമിംഗ്. ഏതാണ്? സാക്ക് ഫാമിംഗ്. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതേണ്ടത്. സെക്കൻഡ്, സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? യൂറിയ, നെക്സ്റ്റ് എന്താണ്, അമോണിയം ഫോസ്ഫേറ്റ്, നെക്സ്റ്റ് വൺ അമോണിയം ഫോസ്ഫേറ്റ്. തേർഡ് വൺ എന്താണ്? സൂപ്പർ ഫോസ്ഫേറ്റ് അല്ലേ, സൂപ്പർ ഫോസ്ഫേറ്റ്. ഇതൊക്കെയാണ് സിന്തറ്റിക് ഫെർട്ടിലൈസറിൽ എഴുതേണ്ടത്. തേർഡ് വൺ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ഓർഗാനിക് ഫെർട്ടിലൈസറിൽ വരുന്നത് ഏതൊക്കെയാണ്? ബാക്കിയുള്ളതൊക്കെ അല്ലേ, മാനുവർ അല്ലേ, വളം, മാനുവർ. നെക്സ്റ്റ് എന്താണ്? വേർമി കമ്പോസ്റ്റ്. പിന്നെ എന്താണ്? ബോൺ മീലാണ് വരേണ്ടത് കേട്ടോ, ബോൺ മീൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സതീഷ് ഹാസ് 15 cents ഓഫ് ഹോംസ്റ്റെഡ് ലാൻഡ് ആൻഡ് 13 cents ഓഫ് പാഡി ഫീൽഡ്. അതായത് സതീഷിന് 15 സെന്റ് ഹോംസ്റ്റെഡ് ലാൻഡും, അതായത് പുരയിടവും 30 സെന്റ് പാഡി ഫീൽഡും ഉണ്ട്. ഹി സേസ് ദാറ്റ് പാഡി കൾട്ടിവേഷൻ ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പാഡി കൾട്ടിവേഷൻ, കൃഷി എന്തല്ല, ലാഭകരമല്ല എന്നാണ് പറയുന്നത്. വാട്ട് സജഷൻ ഡു യു ഹാവ് ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഹോംസ്റ്റെഡ് ലാൻഡ് ആൻഡ് പാഡി ഫീൽഡ്. ഈ പാഡി ഫീൽഡും ഹോംസ്റ്റെഡ് ലാൻഡും കൂടെ കൂടിയിട്ട് ചേർത്ത് ഇദ്ദേഹത്തിൻ്റെ ഫാമിംഗ് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ സജഷൻസ് നിങ്ങൾക്ക് കൊടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ കൊടുക്കാം നോക്കാം. ഹോംസ്റ്റെഡ് ഫാമിംഗ് ആൻഡ് പാഡി കൾട്ടിവേഷൻ ഷുഡ് ബി ക്യാരീഡ് ഔട്ട് സൈമിൾട്ടേനിയസ്ലി. എന്താണ്? നമുക്ക് ഈ ഹോംസ്റ്റെഡ് ഫാമിങ്ങും പാഡി കൾട്ടിവേഷനും ഒരേ സമയം ചെയ്യാം അല്ലേ. കാറ്റിൽ റിയറിംഗ് ക്യാൻ ഓൾസോ ബി ഇൻക്ലൂഡഡ് എലോങ് വിത്ത് ഗ്രാസ് ഫാമിംഗ്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗ്രാസ് ഫാമിംഗ് ചെയ്യുന്നതിനോട് കൂടെ അല്ലേ, പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റിൽ റിയറിംഗ്, പശുവിനെ വളർത്തുകയും ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? കൗഡങ്, പശുവിൻ്റെ ചാണകം കിട്ടും. കൗഡങ് ആൻഡ് യൂറിൻ ക്യാൻ ബി യൂസ്ഡ് ആസ് മാനുവർ. ഇതിന് വളമായിട്ട് എന്ത് യൂസ് ചെയ്യാം? കൗഡങ്ങും യൂറിനും യൂസ് ചെയ്യാം അല്ലേ. പശുവിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് വളമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഗ്രാസ് ആൻഡ് ഹേ ക്യാൻ ബി യൂസ്ഡ് ആസ് കാറ്റിൽ ഫീഡ്. പശുവിന് കൊടുക്കാൻ നമുക്ക് നേരെ തിരിച്ച് ഈ പാഡിയുടെ ഗ്രാസും പിന്നെ എന്താണ് വൈക്കോലൊക്കെ യൂസ് ചെയ്യാം. ബൈ കൾട്ടിവേറ്റിംഗ് ലെഗ്യൂംസ് ഡ്യൂറിങ് ദ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ പാഡി കൾട്ടിവേഷൻ.
പാഡി കൾട്ടിവേഷൻ്റെ ഇൻ്റർവെൽസിനിടയ്ക്ക് നമുക്ക് എന്ത് കൾട്ടിവേറ്റ് ചെയ്യാത്ത ലെഗ്യൂംസ്, പയർവർഗ്ഗങ്ങൾ, പയർച്ചെടികളൊക്കെ പാഡി കൾട്ടിവേഷൻ്റെ ഇൻ്റർവെൽ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൃഷി ചെയ്യാം. സോയിൽ ഫെർട്ടിലിറ്റി ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് ഫെർട്ടിലൈസർ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സോയിൽ ഫെർട്ടിലിറ്റി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അതായത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ ഫെർട്ടിലൈസർ കോസ്റ്റ് നമുക്ക്, അതായത് ഈ നേരത്തെ ചെയ്ത കൃഷിയുടെ വളം അതിലുണ്ടാവുമല്ലോ, അത് ചീഞ്ഞ വളമായി മാറിയിട്ടുണ്ടാവുമല്ലോ, അത് നമുക്ക് ഫെർട്ടിലൈസറായിട്ടും യൂസ് ചെയ്യാം അല്ലേ, ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫെർട്ടിലൈസർ കോസ്റ്റ് എന്ത് ചെയ്യും, അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഹോം സ്റ്റെഡും പാഡി കൾട്ടിവേഷനും ഒരുമിച്ച് കൊണ്ടുപോയാൽ അദ്ദേഹത്തിൻ്റെ ഫാമിംഗ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിംഗ് പ്രോഫിറ്റബിളാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് ദ ഓഡ് വൺ? വാട്ട് ആർ ദ കോമൺ ഫീച്ചർ ഓഫ് ദ അതേഴ്സ്? എന്താണ്, താഴെ കുറച്ച് ഇത് തന്നിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ ഓഡ് വൺ, ഒറ്റപ്പെട്ടത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എ തന്നിരിക്കുന്നത് വിക്ക് ഇറിഗേഷൻ, വേർട്ടിക്കൽ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, മൾച്ചിങ്. ഇതിലേതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? ഓഡ് വൺ ആയിട്ടുള്ളത് വേർട്ടിക്കൽ ഫാമിംഗ് ആണ്. വേർട്ടിക്കൽ ഫാമിംഗ് ആണ് ഓഡ് വൺ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതേഴ്സ് ആർ മെത്തേഡ് യൂസ്ഡ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. മറ്റുള്ള മെത്തേഡ്സ് എന്തിനാണ്? യൂസ്ഡ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അതേഴ്സ് ആർ മെത്തേഡ്സ് used to reduce water loss. നെക്സ്റ്റ് ബിയിൽ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോപോണിക്സ്, അക്യൂപോണിക്സ്, എയറോപോണിക്സ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇതിലേതാണ്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ആണ് അല്ലേ, വ്യത്യസ്ത കൃഷി രീതികളാണ് അല്ലേ. അപ്പോൾ അതേഴ്സ് ആർ ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ മെത്തേഡ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫാമിംഗ് വിൽ ബി പ്രോഫിറ്റബിൾ ഓൺലി ഇഫ് ഓൾ ദ പെസ്റ്റ് ആർ കിൽഡ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഫാമിംഗ് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ, ലാഭകരമാവണമെങ്കിൽ എല്ലാ പെസ്റ്റിനെയും എന്ത് ചെയ്യണം, എല്ലാ കീടങ്ങളെയും എന്ത് ചെയ്യണം, കൊല്ലണം എന്ന് പറയുകയാണ്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? എന്താണ് നിങ്ങളുടെ റെസ്പോൺസ് ടു ദിസ് കമന്റ് ഓഫ് എ ഫാമർ? ഒരു ഫാർമറിന്റെ കമന്റ് ആണ് തന്നിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിനുള്ള നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്? എല്ലാ പെസ്റ്റിനെയും കൊല്ലണമെന്നാണോ അതോ കൊല്ലണ്ട എന്നാണോ? ഹൗ ക്യാൻ എഫക്റ്റീവ് പെസ്റ്റ് കൺട്രോൾ ബി ഇംപ്ലിമെന്റഡ്? നമുക്ക് എങ്ങനെയാണ് എഫക്റ്റീവ് പെസ്റ്റ് കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഹൗ ക്യാൻ എഫക്റ്റീവ് പെസ്റ്റ് കൺട്രോൾ ബി ഇംപ്ലിമെൻറ്റ്? അപ്പോൾ ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡസ് നോട്ട് എഗ്രി? എന്താണ്, നമുക്കത് എഗ്രി ചെയ്യാൻ കഴിയുമോ? ഇല്ല. പെസ്റ്റ് ഓൾസോ ഹാവ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. പെസ്റ്റിനും എന്തുണ്ട്? എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെയർ കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ഈസ് ഡേഞ്ചറസ്. അവയുടെ കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ, അതായത് പൂർണ്ണമായും അവയെ നശിപ്പിക്കുന്നത് എന്തിനു കാരണം? ഡേഞ്ചറസ് ആണ്. ആ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് ദ എയിം. അതല്ല നമ്മുടെ എയിം. എന്താണ്, പെസ്റ്റിനെ കംപ്ലീറ്റ് ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതല്ല എയിം. വി ഷുഡ് അഡോപ്റ്റ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ടു കൺട്രോൾ ദെയർ നമ്പേഴ്സ് ഇൻ എ വേ ദാറ്റ് ഡസ് നോട്ട് ഹാം ടു ക്രോപ്സ്. നമ്മളുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൃഷികളിൽ ക്രോപ്സിനെ നശിപ്പിക്കുന്ന പെസ്റ്റുകളുടെ എണ്ണത്തെ, നമ്പേഴ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പെസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാതെ നമ്പേഴ്സ് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്യണം? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ. താഴെ ഒരു ഇലസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നു, അത് നോക്കിയിട്ട് താഴെയുള്ള സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഇലസ്ട്രേഷൻ എന്തിൻ്റെയാണെന്ന് നോക്കാം. വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഫ്രം കോക്കനട്ട്. കോക്കനട്ടിൽ നിന്നുള്ള
കുറച്ച് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ്, അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? കോക്കനട്ട് മിൽക്ക്, ചിപ്സ്, വിനെഗർ, കയർ പ്രോഡക്ട്സ്, ബിവറേജ്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ് ടു ഫാർമേഴ്സ് ബൈ പ്രൊഡ്യൂസിങ് സച്ച് പ്രോഡക്ട്സ്? ഇങ്ങനെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഫാർമേഴ്സിനുള്ള ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് റിസീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? മോർ ഇൻകം, കൂടുതൽ വരുമാനം നേടാൻ പറ്റും. അത് മാത്രമല്ല, ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? കൂടുതൽ തൊഴിലാളികൾക്ക് അവസരം കൊടുക്കാൻ, തൊഴിലവസരങ്ങൾ കൂടും, അല്ലേ? കുറെ പേർക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതുക നമ്മൾ. ത്രൂ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് റിസീവ് മോർ ഇൻകം, കൂടുതൽ ഇൻകം കിട്ടും. പിന്നെയോ increases employment opportunities, കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലേ? നെക്സ്റ്റ്, പ്രിപ്പയർ എ സിമിലർ ഇലസ്ട്രേഷൻ ഓഫ് എനി അതർ ക്രോപ്സ്. ഇതുപോലെ വേറെ ഏതെങ്കിലും ക്രോപ്പിന്റെ ഇലസ്ട്രേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പാഡി നമുക്ക് എല്ലാവർക്കും അറിയാം, റൈസ് കിട്ടും, അല്ലേ? ഇപ്പൊ റൈസും കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെയാണ്? ഡിഫറെന്റ് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഡിഫറെന്റ് ഫുഡ് പ്രോഡക്ട്സിൽ ഏതൊക്കെ വരും? അവൽ ഫ്ലാറ്റൻഡ് റൈസ്, അല്ലേ? അവല് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ മലർ ഉണ്ടാക്കാൻ കഴിയും, പഫ്ഡ് റൈസ് ആയിട്ട്, അല്ലേ? മലർ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അവലോസ് പൊടി, റോസ്റ്റഡ് റൈസ് ഫ്ലോർ മിക്സ് ഉപയോഗിച്ച് നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെന്താണ്? ഹാൻഡിക്രാഫ്റ്റ്സ് മെയ്ഡ് വിത്ത് പുല്ലും വൈക്കോലൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഫോഡർ പ്രൊഡക്ഷൻ, കാലിത്തീറ്റകൾ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലേ? ഫോഡർ പ്രൊഡക്ഷൻ. പിന്നെ ബ്രാൻ ഓയിൽ, തവിടെണ്ണ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ പാഡി അല്ലെങ്കിൽ റൈസിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന്റെ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ലെറ്റർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.